സി പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കാനുള്ള തീരുമാനത്തിന് തടയിടാൻ സാധിച്ചത് സുധാകരന്റെ നേട്ടമായി കണക്കാക്കുന്നു. സ്ഥാനത്ത് നിന്നും മാറ്റിയാൽ MP സ്ഥാനം രാജിവെക്കുമെന്ന് KC വേണുഗോപാലിനെ അറിയിച്ചതോടെ സുധാകരൻ തുടരട്ടെയെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു. വരുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് വരെ സ്ഥാനചലനം ഉണ്ടാകില്ല എന്ന ഉറപ്പും സുധാകരന് ലഭിച്ചു. അതിനുള്ളിൽ KPCC പുനഃസംഘടന പൂർത്തിയാക്കുവാനാണ് സുധാകരന്റെ തീരുമാനം. രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഗ്രൂപ്പിനെയും KC വേണുഗോപാലിനെയും ചേർത്ത് നിർത്തി പുനഃസംഘടന പൂർത്തിയാക്കും. ഭാരവാഹികളെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പല ജില്ലകളിലും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ഇനി ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റുക എന്ന വലിയ കടമ്പയാണ് സുധാകരന് മുന്നിലുള്ളത്. 14 ജില്ലകളിലെ അധ്യക്ഷന്മാരിൽ 9 പേരും മാറുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ ഒഴികെയുള്ള അധ്യക്ഷന്മാർ മാറും. ഇതിൽ 7ഇടത്ത് ഏകദേശ ധാരണയായി എന്ന വാർത്തകൾ പുറത്തുവരുന്നു. തിരുവനന്തപുരത്ത് VS ശിവകുമാർ, കൊല്ലത്ത് സൂരജ് രവി, പത്തനംതിട്ടയിൽ അനീഷ് വരിക്കമല, ആലപ്പുഴയിൽ KP ശ്രീകുമാർ, ഇടുക്കിയിൽ സേനാപതി വേണു, തൃശൂരിൽ ജോസഫ് ഡാജറ്റ്, ഇടുക്കിയിലും തൃശൂരിലും ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. നിലമ്പൂർ സീറ്റിൽ VS ജോയി മത്സരിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് DCC അധ്യക്ഷനാകും. സുധാകരനും KC വേണുഗോപാലിനും ഒരുപോലെ സമ്മർദ്ദരായവരെയാണ് പരിഗണിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് കേരളത്തിൽ ഒരു ശക്തമായ രണ്ടാം നിര, മൂന്നാം നിര നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തന പാരമ്പര്യമുള്ള യുവനേതാക്കളെ കണ്ടെത്തുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. ഒട്ടുമിക്ക ജില്ലകളിലും അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതി ഗ്രൂപ്പ് സമവാക്യങ്ങളും പരിഗണിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാകും പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുക. ജില്ലയിൽ ഓടി നടന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ സാധിക്കുന്ന യുവാക്കൾക്കാകും പ്രാധാന്യം നൽകുക. നിലവിൽ 14 ജില്ലാ പ്രസിഡന്റുമാരിൽ എറണാകുളം, മലപ്പുറം, കോഴിക്കോട് പ്രസിഡന്റുമാർ വളരെ സജീവ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതി മറ്റു ജില്ലകളിലും പരീക്ഷിക്കുവാനാണ് സുധാകരൻ ശ്രമിക്കുക. 14 ജില്ലകളിലെയും പ്രസിഡന്റുമാർ സജീവമായാൽ KPCC അധ്യക്ഷന്റെ പണി പകുതി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നേതൃത്വത്തിനെതിരെ പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന പരാതികളും വേഗം പരിഹരിക്കപ്പെടും. പ്രവർത്തനങ്ങൾ സജീവമാക്കുവാൻ സാധിക്കും എന്ന ചിന്ത KPCCക്കുമുണ്ട്. ഹൈക്കമാൻഡിനും യുവ നേതൃനിര കടന്നു വരുന്നതിനോടാണ് താല്പര്യം.